Hey all, good morning and welcome back to yet another vlog. എൻ്റെ ഈ ഒരു യൂട്യൂബ് ജേർണി ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മാസത്തിന് മുകളിലായി. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ലൈക്ക് എവറി വീക്ക് ഒരു 3-4 വീഡിയോസ് ലോങ് വീഡിയോയും പിന്നെ ഷോർട്ട് വീഡിയോസ് ഒരു 4-5 വീഡിയോസ് വീക്ക്ലി ഞാൻ ഇടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് ഒരുപാട് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഇഫ് യു വാച്ചിങ് മീ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം, hey there, my name is Farzana. I'm a toddler mom and an entrepreneur and I'm trying to get back to what I was before. ഒരു മദർഹുഡിൻ്റെ ജേർണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഇഫ് യു ആർ എ മദർ യു ക്യാൻ ഡെഫിനറ്റ്ലി റിലേറ്റ്. നമുക്ക് പണ്ടത്തുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. സ്ലോലി ആൻഡ് സ്റ്റഡിലി ഐ എം ട്രൈങ് ടു റീസ്റ്റാർട്ട് എവറിഥിങ്. And if you're also someone who want to restart or who want to be consistent and productive in your life, എൻ്റെ വീഡിയോസിലൂടെ ഞാൻ യൂഷ്വലി ഹോം മേക്കിങ്ങിൻ്റെ കുറേ ടിപ്സും പിന്നെ ഹൗ യു ക്യാൻ റീസ്റ്റാർട്ട് ആൻഡ് ബി പ്രൊഡക്റ്റീവ് ഇൻ യുവർ ലൈഫ്, പിന്നെ ഒരു മദറായിട്ട് ഇല്ലെങ്കിൽ ഒരു ഹോം മേക്കർ, ഒരു ഹൗസ് വൈഫ് ആയിട്ട്, ഇല്ലെങ്കിൽ ഇഫ് യു ആർ എ വർക്കിംഗ് വുമൻ ഒരു വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി ആണ് എൻ്റെ വീഡിയോസിൽ കൂടി ഞാൻ കുറേ സംസാരിക്കുന്നത്. യു വിൽ സി എ ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി ഹിയർ. മെയിൻലി ഒരു വർക്കിംഗ് മദർ ഇല്ലെങ്കിൽ ഒരു ഹോം മേക്കറിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ വീടുകളിൽ പണികളിൽ എല്ലാം തീർത്തിട്ട് വർക്കും പിള്ളേരും നമ്മുടെ എന്താ പറയുക ഹോം മേക്കിങ്ങും എല്ലാം കൂടി കുറച്ചുകൂടി ഈസി ആയിട്ട് കൊണ്ടുപോകാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് എൻ്റെ വീഡിയോസിൽ കൂടി ഞാൻ പറഞ്ഞു തരുന്നത്. ആൻഡ് ഐ എം സം വൺ ഹു ലവ് ടു കുക്ക് ആൻഡ് ഇപ്പോൾ ഒരു ടോഡലർ മോവും കൂടി ആയതുകൊണ്ട് അധികം സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാതെ കുക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പീസും കൂടിയാണ് ഞാൻ കൂടുതൽ എൻ്റെ വീഡിയോസിൽ കൂടി കാണിക്കുന്നത്. ഹോപ്പ് യു വിൽ ഫൈൻഡ് ദിസ് വ്ലോഗ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇഫ് യു ഫൈൻഡ് this channel interesting, please do subscribe and like, share and comment your opinions below. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും എൻ്റെ എക്സസൈസ് റീസ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു പോസ്റ്റ് പാർട്ടം എൻ്റെ ജേർണിയിൽ വളരെ കുറച്ചായിരിക്കും ഞാൻ ഇങ്ങനെ എക്സസൈസസ്, അതായത് ഒരു വെയിറ്റ് ലോസിന് വേണ്ടി ഞാൻ കുറച്ച് എക്സസൈസ് ഒക്കെ ട്രൈ ചെയ്തത്. അത് പിന്നെ കുറേ നാൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ എം നോട്ട് സെയിങ് ലൈക്ക് എന്താ ഒരുപാട് വെയിറ്റ് ഇപ്പോൾ തിരിച്ച് റീഗെയിൻ ചെയ്തു, അങ്ങനെയൊന്നുമില്ല. മോർണിംഗ് എണീറ്റിട്ട് നമ്മുടെ ഒരു റുട്ടീനിൽ ഒരു ബോഡി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരം ഒരു എക്സസൈസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സമാധാനവും അന്നത്തെ ഡേ തന്നെ ഭയങ്കര ക്ലാരിറ്റിയോട് കൂടെ ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ എം ട്രൈങ് ടു ഗെറ്റ് ബാക്ക് ടു ഇറ്റ്. ആൻഡ് ദെൻ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു എന്താ പറയുക വോക്കും മോർണിംഗ് റുട്ടീനൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറിയതാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചപ്പാത്തിയും പിന്നെ വന്നിട്ട് പൊട്ടറ്റോ റോസ്റ്റാണ്. ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മൾ ഈ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെ പൊട്ടറ്റോ റോസ്റ്റ്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പൊട്ടറ്റോ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുക്കുക, അതിൽ എണ്ണ ചൂടായിട്ട് ബേസിക് ആയിട്ടുള്ള താളിക്കലല്ലേ, നമ്മൾ കടുക് താളിച്ചിട്ട് പിന്നെ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് കരിവേപ്പില ഇട്ടാൽ നന്നായിട്ട് സ്റ്റെർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റെർ ചെയ്ത് കൊടുത്തിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിന് മുകളിൽ ബേസിക് ആയിട്ടുള്ള മസാലാസ് വേണം ഇട്ട് കൊടുക്കാൻ, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. കുറച്ച് റെഡ് ആയിട്ടാണ് ഇത് ഇരിക്കാൻ പോകുന്നത്. പിന്നെ പൊട്ടറ്റോ നമ്മൾ സെപ്പറേറ്റ് വേവിക്കുന്നില്ല, ഇതിൽ തന്നെ ഈ പാനിൽ തന്നെയാണ് പൊട്ടറ്റോ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ പൊട്ടറ്റോ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അതിലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുക്കിംഗ് കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടി നമ്മൾ ഈ സവോളയൊക്കെ വഴറ്റുന്ന സമയത്ത് നമുക്ക് സൈഡ് ബൈ സൈഡ് എന്നാണോ നമ്മുടെ സൈഡിൽ റൊട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടി ട്രൈ ചെയ്യാം. ഇപ്പോൾ ഫോർ എൻ എക്സാമ്പിൾ പത്തിരി ആണെങ്കിൽ പത്തിരിക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ചപ്പാത്തിയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ചപ്പാത്തിയിലെ മാവ് ആ ഒരു സമയത്ത് ഞാൻ കുഴച്ച് വെച്ചു. അപ്പോഴത് കുഴച്ച് വെച്ചപ്പോൾ നമ്മുടെ സവോള റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കലാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു കടുക് താളിക്കുന്ന സമയത്ത് അതൊന്ന് ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമ്മളെല്ലാം കൂടി സ്റ്റെർ ചെയ്തിട്ട് പൊട്ടാറ്റോയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ആ പൊട്ടാറ്റോ എല്ലാം വെന്ത് കിട്ടുന്ന സമയം നമുക്ക് ചപ്പാത്തി പറുത്തെടുക്കാം. ഈ പറഞ്ഞ മാതിരി പത്തിരി ആണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ് ആസ് വെൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അടുത്തായിട്ട് ഒരു മിറക്കിൾ മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞൊരു ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് അത് വായിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ബുക്കായിരുന്നു. അപ്പോൾ ആ ബുക്കിൽ കിട്ടുന്ന ഒരുപാട് ഇൻസൈറ്റ്സ് ഞാൻ എൻ്റെ വീഡിയോസിൽ കൂടെ ഇതിൽ ഷെയർ ആക്കുന്നുണ്ടാവും. അപ്കമിങ് വീഡിയോസിൽ തന്നെ ആ ഒരു മിറക്കിൾ മോർണിംഗ് റുട്ടീനിലേക്കാണ് ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒറ്റയടിക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ 1 by 1 ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ മോർണിംഗ് റുട്ടീനിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ മാതിരി ഞാൻ
ഞാൻ എക്സസൈസ് ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുമാതിരി എന്തെങ്കിലും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒറ്റയടിക്കെല്ലാം ചെയ്യാതെ പയ്യനെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കിച്ചണിലെ കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ എല്ലാം റെഡിയാക്കുവാണെങ്കിൽ, അതായത് ക്ലീനിങ്ങും സൈഡിൽ ക്രിയേറ്റ് ചെയ്ത മെസ്സും എല്ലാം റെഡിയാക്കുവാണെങ്കിൽ നമുക്ക് അതായത് കുക്കിംഗ് കഴിഞ്ഞിട്ട് അത് അത്രയും ടയറിംഗ് ആയിട്ട് അങ്ങനെയൊന്നും തോന്നത്തില്ല. യൂഷ്വലി ഞാൻ ഈ ഒരു ടൈമിൽ എൻ്റെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യും. പക്ഷേ ഇന്ന് ഞാൻ ദാൽ കിച്ചടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദാൽ കിച്ചടി പ്ലസ് കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂടി ഇട്ടിട്ടുള്ളത് ആയതുകൊണ്ട് അതൊന്നും വലിയ കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ ഇതിനകത്ത് കാണിക്കാത്തത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഇനീഷ്യലി ഈ പ്രാവശ്യം ഇട്ട് 2-3 വീഡിയോസിൽ ഞാൻ കിച്ചടിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്ക് കിച്ചടി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നോർത്ത് ഇന്ത്യനിൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതായത് ദാലും നമ്മുടെ റൈസും പിന്നെ നിങ്ങൾക്ക് ഏതാ വെജിറ്റബിൾസ് ഇഷ്ടമുള്ള അതെല്ലാം കൂടി ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. അതാണ് എൻ്റെ ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ മീൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയിൽ എന്തെങ്കിലും പൊട്ടറ്റോയുടെ റോസ്റ്റും പിന്നെ ഉച്ചക്ക് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഇതുപോലത്തെ ദാൽ കിച്ചടി, അല്ലെല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കൻ്റെ എന്തെങ്കിലും മിക്സഡ് ആയിട്ടുള്ള റൈസും അങ്ങനെയൊക്കെ നമുക്ക് കോമ്പിനേഷൻ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ പണ്ടൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കും ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരണമെങ്കിൽ നല്ല ചൂട് വെള്ളത്തിൽ കുഴച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ വെക്കണം എന്നടച്ച്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. കുഴയ്ക്കുന്ന നന്നായിട്ട് കുഴയ്ക്കണം. പക്ഷെ നോർത്തിലൊക്കെ എനിക്ക് തോന്നുന്നു പച്ച വെള്ളത്തിലാണ് അവർ കുഴച്ചെടുക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഈ ചുട്ടെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 10 സെക്കൻഡ്സ് വെച്ചിട്ട് തിരിച്ചിടുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ബബിൾസ് വരുമ്പോൾ തിരിച്ചിടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ ഇതുമാതിരി നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തിയും കിട്ടും കേട്ടോ. ചിലപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ കുക്കിംഗ് പഠിച്ചു വരുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, പ്രോപ്പർലി വരുന്നില്ലെങ്കിൽ. അപ്പം ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ളോഗ്. ചെറിയൊരു വ്ളോഗാണ്. ആൻഡ് ഐ എം ഓൾസോ ട്രാവലിംഗ്. അതിനിടയ്ക്കാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആൻഡ് ഇത് ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്.